ഇനി എന്തൊക്കെ കാണണം? KSRTC ജീവനക്കാർക്ക് കത്തെഴുതുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു. സോളാർ കേസിലെ കത്ത് വല്ലതുമാണോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും പറഞ്ഞത് എന്താണ് KSRTCയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്നും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നാണ് അതിനെപ്പറ്റിയാണ് കത്തെന്ന്. കത്തെഴുതുമ്പോൾ പഴയ ഓർമ്മയൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. കത്ത് കയ്യിൽ കിട്ടിയിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. എല്ലാം പഠിച്ചു കഴിഞ്ഞു, തീരുമാനങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറേ കാര്യങ്ങൾ പുറത്തു വിടും. എന്തായാലും ജീവനക്കാർക്ക് ഞാനൊരു കത്തെഴുതുന്നുണ്ട്. ഇതിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് ജീവനക്കാർക്ക് ഒരു കത്ത്. എന്താണ് KSRTCയുടെ ഇപ്പോഴത്തെ സ്ഥിതി, ഇതിനെ നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാം, അതിന് അവരുടെ ഭാഗത്തു നിന്നും വേണ്ട സഹകരണത്തെക്കുറിച്ചാണ് കത്ത്. എല്ലാ സംഘടനാ നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. അവരോട് സംസാരിച്ച ശേഷം ജീവനക്കാർക്ക് ഒരു തുറന്ന കത്ത് എഴുതും. എല്ലാ ജീവനക്കാർക്കും സോഷ്യൽ മീഡിയ വഴി, വാട്സാപ്പ് വഴി കത്ത് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. പ്രിൻ്റ് ചെയ്തിറക്കേണ്ട കാര്യമില്ല. തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് എല്ലാവരും കൃത്യമായി വരണം. റൂട്ടുകൾ മുടങ്ങാൻ പാടില്ല. നഷ്ടത്തിലോടുന്ന റൂട്ടുകളെക്കുറിച്ച് MLAമാരോട് ചർച്ച ചെയ്യുന്നുണ്ട്. ജീവനക്കാരുടെ ശമ്പളം 2 ഗഡുക്കളായി നൽകാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ആദ്യ ഗഡു 10-ാം തീയതിക്ക് മുൻപും രണ്ടാമത്തേത് 20-ാം തീയതിക്ക് മുൻപും നൽകണമെന്നാണ് വിധിയിൽ പറയുന്നത്. കോടതി അങ്ങനെ പറഞ്ഞാലും 1-ാം തീയതി ശമ്പളം കൊടുക്കുമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ വാക്കു പറഞ്ഞത്. ഗണേഷ് കുമാർ വാക്കു പറഞ്ഞാൽ മാറത്തില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം അറിവ്. കോടതി എന്തിനാ വൈകിപ്പിക്കുന്നത്? അതിന് 2 ഗഡുവാക്കുന്നത്? ഒറ്റ തവണയായി ശമ്പളം എല്ലാ മാസവും 1-ാം തീയതി കൊടുക്കുമെന്ന ഗണേഷ് കുമാർ വലിയ വീരവാക്യം അടിച്ചത്. ഈ ഗീർവാണം കൊണ്ടൊന്നും KSRTCയിലെ ജീവനക്കാരുടെ വയറ് നിറയത്തില്ല. അവർക്ക് കയ്യിൽ കാശ് കിട്ടിയെങ്കിലേ അവരുടെ കുടുംബം പോറ്റാൻ പറ്റൂ. അവരുടെ വീടുകളിലെ അടുക്കളയിൽ തീ പുകയൂ.